ഹേമ കമ്മീഷൻ പുറത്തു വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സിനിമയിൽ നിന്ന് ഓടിപ്പോയ കുറച്ച് നടിമാരെക്കുറിച്ചാണ്. സിനിമയെ വേണ്ട എന്ന് പറഞ്ഞു പോയ സിനിമയിലെ ഈ കാസ്റ്റിംഗ് കൗച്ചിങ്ങും പിന്നെ എന്താ പറയുക, അവസരം കിട്ടാൻ വേണ്ടി സംവിധായകനും നിർമ്മാതാക്കൾക്കും നടന്മാർക്കൊക്കെ ഇങ്ങനെ കിടന്നു കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉള്ളതുകൊണ്ട് പല നടിമാരും ഉം, ഇത് സിനിമാവിനെ നിർത്തി സിനിമ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിലൊരു പ്രശസ്തയായ ഒരു നടിയുണ്ട്, ദിലീപിൻ്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ നായികയായിട്ടുള്ള ഒരു നടി. അവരൊക്കെ പെട്ടെന്നാണ് അഭിനയം നിർത്തിയത്. സാധാരണ നടിമാർ കല്യാണമൊക്കെ കഴിച്ച ശേഷമാണ് അഭിനയം നിർത്തി പോകുന്നത്. വേറൊരു നടി കുഞ്ചാക്കോവിൻ്റെ പടത്തിൽ നായികയായ ശേഷം പിന്നെ ഒരു പടത്തിലും അഭിനയിച്ചു, അവരും അഭിനയം നിർത്തി പോവുകയാണ് ചെയ്തത്. പിന്നെ ഒരു പ്രശസ്തനായ ഒരു ആ, എന്താ പറയുക, ഒരു ഛായാഗ്രാഹകൻ, പുള്ളിക്കാരൻ്റെ മകള് സിനിമയിൽ നായികയായിട്ടുണ്ട്. ഒരു തമിഴ് നടനാണ് അവർ വിവാഹം കഴിച്ചത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ഒരുപാട് ഈ തിയേറ്ററിൽ ഇതുണ്ട്, അതുകൊണ്ട് മകളെ വിടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങേരുടെ മകള് നായികയായിട്ട് പിന്നെ സിനിമയിൽ വന്നു. ഇപ്പോൾ ഒരു തമിഴ് നടനെ കല്യാണം കഴിച്ച് സിനിമയിലൊന്നും ഇല്ല. സിനിമയിൽ ഉണ്ടെന്നാ തോന്നുന്നത്, സിനിമയിൽ പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങേര് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമകളിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്, നടിമാരെ ചൂഷണം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ആളെ ഒരിക്കലും സിനിമയിലേക്ക് വിടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ദ്രൻസ് ഒരു നടിയോടും പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ഒരുപാട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മഹിമ എന്ന് പറഞ്ഞ നടിയോടാണ് പറഞ്ഞത്, അവരത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുന്ന അവസരങ്ങൾ അത് ഇവർ വേണ്ടാന്ന് വെച്ച് പോകുന്ന ഇത് ഓരോരുത്തരുടെ ഇതാണ്. ഇത് അവർക്ക് പെട്ടുപോകുന്ന തന്നെ പറയും. ഒരു പടം വന്നു കഴിയുമ്പോൾ അവർ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ സ്റ്റാറാവും. പിന്നെ ഇവർക്ക് അടുത്ത പടം കിട്ടിയില്ല, നാണക്കേടാവും. അപ്പോൾ ഇവരൊക്കെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. ചില ആൾക്കാർ പെട്ടെന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വലിയ വീടെടുക്കുക, കാർ എടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കടമാവും. ഇങ്ങനെ കടത്തിലും അതുപോലെ ഇതിലൊക്കെ പെട്ടുപോയി കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് പിന്നെ പടം കിട്ടണം, പിന്നെ ഇവർക്ക് പൈസ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടി വരും. അതിലൊന്നും പെടാത്ത ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പെട്ടെന്നൊരു നായികയായി കഴിയുമ്പോൾ പിന്നെ വലിയ കാർ വേണം, അല്ലെങ്കിൽ വലിയ ഐഫോൺ വേണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇതിലൊക്കെ ചെന്ന് ചാടി പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്, ശരണ്യ മോഹൻ എന്ന് പറഞ്ഞ നടിയുടെ കാറ് ഏതാണ്, മാരുതി സെന്നോ അങ്ങനെയുണ്ട് ഒരു കാറിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നടിമാരുണ്ട്. ഈ ഒരു പടത്തിൽ അഭിനയിച്ച ഉടനെ വലിയ ആഡംബരങ്ങളിലേക്ക് പോകാതെ ജീവിക്കുന്നു. ചില ആൾക്കാരൊന്നും ഐഫോൺ ഉണ്ടെങ്കിലേ അവർ ഇറങ്ങുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ ചൂഷണങ്ങളുണ്ടാവും. അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ പലതും വീഴ്ച ചെയ്യും. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ പൊതിഞ്ഞ് കുറേ ചാനലുകാരിന്ന് ഓരോന്ന് ചോദിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ദേഷ്യമാണ് വരുന്നത്. അങ്ങേരുടെ അടുത്ത് തന്നെ ചെന്ന് ഈ മയക്കുമരുന്നിൻ്റെ കാര്യവും അല്ലെങ്കിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കാര്യമൊക്കെ ചോദിക്കാൻ തന്നെ ഇവന്മാർക്ക് നാണമില്ല. ഇവന്മാർക്ക് വേറെ ആൾക്കാരോട് ചോദിക്ക ചോദിക്കത്തില്ല. ഇത് ഇയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇയാൾ തന്നെ ഈ അടുത്ത് പറഞ്ഞത് ഒരു ഒരു ചാനലിൽ ഒരു അവതാരകയോട് പറയുന്നത്, ആ പെണ്ണ് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടുള്ള കഴിവുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞത് ഉണ്ട്, അത് ചിലപ്പോൾ വലുതാവും ചിലപ്പോൾ ചെറുതാവും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള തോന്നിവാസം പറയുന്നവരുടെ അടുത്ത് ചെന്നിട്ടാണ് ഇവർ ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ സിനിമയിൽ മയക്ക് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവന് തന്നെ എന്താ ചെയ്യുന്നതെന്ന് അവന് തന്നെ ബോധമില്ല ചില സമയത്ത്. അങ്ങനെയുള്ളടത്ത് ചെന്ന് ഇവന്മാർ അവനെ പൊതിഞ്ഞ് ചാനലുകാരെല്ലാം സംസാരിക്കുന്നത്, ഓരോ ചോദ്യം അവനോട് ചോദിക്കുന്നതാണ് നോക്കുന്നത്. ആർക്കാണ് വിവരമില്ല, എന്തെങ്കിലും അവൻ്റെ വായിൽ നിന്ന് വീണ് കിട്ടിയാൽ തന്നെയും അതുകൊണ്ട് എന്ത് ചെയ്യും, അവന് ബോധമില്ലാത്ത രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട്. പാർവതി തിരുവോത്തെന്ന് പറഞ്ഞൊരു നടി,
അവരെന്ത് നല്ല നടിയാണ്. അവർക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിച്ചു. അവർ ഭയങ്കര എന്താ പറയുക, ഒരു അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞ് അവരെ വിലക്കി. സിനിമയിൽ അങ്ങനെ പേരെടുത്ത് പറയുകയോ അല്ലെ വിലക്കെന്ന് പറഞ്ഞ അങ്ങനെ സംഭവമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ ഉൾക്കളികളും ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് നടിമാരെ ഒതുക്കിയിട്ടുണ്ട്. ഒരുപാട് സംവിധായകരെ, പെണ്ണുങ്ങളായിട്ടുള്ള സംവിധായകരെ ഒതുക്കി. അങ്ങനെ ഒരുപാട് നടിമാരെ ഒതുക്കി ഇവർ അങ്ങനെ പറയാതെ. അതാണ് മഞ്ജു വാര്യരൊക്കെ ചാടിയത്. ആ ഒരു സംഘടനയിൽ നിന്ന്, പെണ്ണുങ്ങളുടെ സംഘടനയിൽ ചാടിയത്. അവരോടെല്ലാം പറഞ്ഞു കാണും അതിൽ നിൽക്കരുത്, വിലക്ക് വരുമെന്ന്.